And we have seen that almost all these block diagrams are almost same, and only thing is the arrangement what we have done is little bit different. Okay, be careful in that. And in today's session, we will see what is digital voltmeter, how a voltmeter is working. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ പഠിച്ചതല്ലേ വോൾട്ടിമീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാൻ, ഹൗ ടു ഡു ദ മെഷർമെന്റ് ഓഫ് വോൾട്ടേജ് ഇൻ digital multimeter is like we have learned in the previous class. Directly it is converting voltage to an analog to digital converter. We are connecting this voltage source to an analog to digital converter, then directly it is displayed in the screen. Okay, digital display. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. Okay, but in this session we are going to analyze into much more deeper than the previous class. Okay, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ മെഷർ ചെയ്യുന്നത്. Okay, a digital voltmeter is an electrical measuring instrument that measures potential difference between 2 points in a circuit. So that is the meaning of voltage. Okay, voltage means potential difference between 2 points. So digital multimeter is measuring that one. Okay, potential difference between 2 points, and it can be an AC or DC. Okay, and normally sometimes in the question paper they may return DVM. Also, what is the working of DVM? That means what is the working of digital voltmeter? അങ്ങനെയും ആവാം. Okay, so in digital voltmeter, the value of AC or DC voltage being measured is displayed as a discrete numerical figure. Okay, contrary to പോയിന്റർ ഡിഫ്ലക്ഷൻ, അതായത് പോയിന്റർ ഡിഫ്ലക്ഷൻ അല്ലാതെ ഡിജിറ്റൽ വാല്യൂ ആയിട്ട് ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൽ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, പോയിന്റർ വെച്ചിട്ട് വോൾട്ട്മീറ്ററിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക? അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് കോയിലായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും. നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് when we are applying voltage in that coil there will be a magnetic field generated. So when there are two magnetic fields, so there will be some deflection. അപ്പോൾ അങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ ആ നീഡിൽ മൂവ് ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മൾ സാധാരണ വോൾട്ട്മീറ്റർ, അനലോഗ് വോൾട്ട്മീറ്റർ പഠിച്ചത്. ആൻഡ് ഇൻ the case of digital voltmeter we are displaying exact value of that quantity directly on a screen. Okay, അത് ഒരു ഡിഫ്ലക്ഷൻ അല്ല, കറക്റ്റ് വാല്യൂ എത്രയാണ്. ഇപ്പോൾ 5.1 വോൾട്ട് ആണെങ്കിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, 5.1 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. So I think all of you can see this slide. This is the diagram of voltmeter. Okay, digital voltmeter, block diagram of a digital voltmeter. ഇതും ഒരു ജനറൽ ബ്ലോക്ക് ഡയഗ്രം ആണ് കേട്ടോ, കോംപ്ലിക്കേറ്റഡ് അങ്ങനെയല്ല, ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രം. ഇതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പഠിക്കണം. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രം ഉണ്ടാവും. സോ നമുക്ക് ഫസ്റ്റ് ഇൻപുട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വി ഹാവ് ആൻ ഇൻപുട്ട് ഹിയർ. സോ ദിസ് is where we are connecting our input. ഓക്കെ, ഏത് ക്വാണ്ടിറ്റിയുടെ വോൾട്ടേജ് ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റി നമ്മൾ എവിടെ കണക്ട് ചെയ്യണം? ഇവിടെ കണക്ട് ചെയ്യണം. ഈ ഒരു പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്യണം. So if we are going to measure a particular DC voltage, so I'll be connecting that input to this particular pulse generator. So there is a pulse generator, or our input is directly connected to pulse generator. So what this pulse generator will do is it will generate pulse depends on the magnitude of input signal. ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് അത് പൾസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചാണ് പൾസ് ജനറേറ്റ് ചെയ്യുക. ആ പൾസിന്റെ വിഡ്ത്ത് ഏതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതാണ് പൾസ് ജനറേഷന്റെ പർപ്പസ്. സോ ഏത് ക്വാണ്ടിറ്റിയുടെ ആണോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യേണ്ടത്, വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടത്, അത് നമ്മൾ പൾസ് ജനറേറ്ററിലേക്ക് ഇൻപുട്ട് കൊടുക്കും. സോ ബേസ്ഡ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അവർ ഇൻപുട്ട് it will generate pulses, and the width of the pulse is completely depends on the magnitude of input signal. ഈ പൾസ് ജനറേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്
ഇൻപുട്ട് സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷനാണ്. ആൻഡ് ഹിയർ ഓൾസോ വി ഹാവ് അനദർ പൾസ് ജനറേറ്റർ. ഇവിടെ നമുക്കുള്ളത് ഒരു പൾസ് ജനറേറ്ററാണ്. സോ അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ കീപ്പ് ഓൺ പ്രൊഡ്യൂസിങ് പൾസസ് അറ്റ് സം ഫ്രീക്വൻസി. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. Okay, or we will do like this. Wait. Okay, or we'll do like this. So it is generating a single pulse, and based on the input voltage, magnitude of input voltage, this is generating some pulse. ഓക്കെ, അപ്പം ഇത് ഈ ഒരു പൾസ് ജനറേറ്റർ ഈ ഒരു രീതിയിൽ ഒരു പൾസ് ജനറേറ്റ് ചെയ്തു. ഒരു സിംഗിൾ പൾസ് ആണെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഈസ് ജനറേറ്റിംഗ് എ സിംഗിൾ പൾസ് ആൻഡ് ദർ ഇസ് എ വൺ ഇൻപുട്ട് ഓഫ് ആൻഡ് ഗേറ്റ്. വാട്ട് ഇസ് അതർ ഇൻപുട്ട് ഓഫ് ആൻഡ് ഗേറ്റ്? നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തു. ആ ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് പൾസ് ജനറേറ്റർ പൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ പ്രത്യേകത എന്താണ്? ഈ പൾസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനാണ്. നൗ വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ആൻഡ് ഗേറ്റ്? ഈ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ, അതായത് ആൻഡ് ഗേറ്റിന്റെ മുകളിലെ ഇൻപുട്ടിന്റെ ആ പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ എത്രത്തോളം പൾസ് വരുന്നത് ആയിരിക്കും നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ ഈ എത്ര പൾസ് ഇവിടെ വരുന്നുണ്ട് അല്ലെ? ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം, രണ്ട് ഇൻപുട്ടും 1 ആവുമ്പോഴാണ് ഔട്ട്പുട്ട് 1 ആവുന്നത്. സോ ഈ ഒരു ആൻഡ് ഗേറ്റിന്റെ ഫസ്റ്റ് ഇൻപുട്ടിന്റെ ഡ്യൂറേഷനിൽ എത്രത്തോളം പൾസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടായിട്ട് വരിക. സോ സപ്പോസ് ഈ ഒരു ഡ്യൂറേഷനിൽ ഇപ്പം 2 പൾസാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വന്നതെങ്കിൽ അതിനൊരു നോട്ട് ഗേറ്റിലൂടെ കടത്തിവിടും. അത് കൗണ്ടറിന്റെ സെറ്റിംഗ്സിന് വേണ്ടിയിട്ടാണ്. സോ ഇൻവേർട്ട് ചെയ്യും. സോ ദാറ്റ് വിൽ ബി കൗണ്ടഡ് ബൈ എ കൗണ്ടർ വിച്ച് ഇസ് ഇൻ ദ ഡെസിമൽ ഡിസ്പ്ലേ. ഇവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടർ ആ പൾസ് കൗണ്ട് ചെയ്യും. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ കുറച്ചും കൂടെ കൂടിയ ഐ എം ടേക്കിംഗ് അനദർ സിഗ്നൽ ഓഫ് വിച്ച് ഇസ് ഓഫ് ഹയർ മാഗ്നിറ്റ്യൂഡ്. സോ വേറൊരു സിഗ്നൽ എടുത്തു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. സോ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് പൾസിന്റെ വിഡ്ത്ത് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പൾസ് ഉണ്ട്. അപ്പം ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു പൾസാണ് വരൂ. അപ്പൊ ആ ഒരു പൾസിന്റെ ഡ്യൂറേഷനിൽ എത്രത്തോളം പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ടായി വരുന്നുണ്ട്, ആ പൾസാണ് എന്ത് ചെയ്യുക, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ വരിക. സംഭവം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ആൻഡ് ഗേറ്റിന്റെ ഫസ്റ്റ് ഇൻപുട്ട്, ഇതാണ് സപ്പോസ് ഫസ്റ്റ് ഇൻപുട്ട് എങ്കിൽ അവിടെ ഒരു പൾസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പൾസ് ജനറേറ്റർ ഒരു സിംഗിൾ പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു പൾസ് ഹൈ ആവുന്ന സമയത്ത് മാത്രമേ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് വരും. അതായത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ ഇൻപുട്ടിലുള്ള സിഗ്നൽ നോക്കിയിട്ടായിരിക്കും അല്ലെ? ഫസ്റ്റ് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ടിലെ സിഗ്നൽ നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻപുട്ട് നോക്കിയിട്ടായിരിക്കും ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വരും. അതായത് 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് വരും. അപ്പോൾ ഈ ഒരു സിഗ്നൽ ആണെങ്കിൽ ഈ ഒരു ഡ്യൂറേഷനിൽ, ആൻഡ് ഗേറ്റിന്റെ ഫസ്റ്റ് ഇൻപുട്ടിന്റെ ഡ്യൂറേഷനിൽ എത്രത്തോളം പൾസ് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് വരുന്നത്. അതേപോലെ സെക്കൻഡ് സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, പൾസ് വിഡ്ത്ത് കുറച്ചും കൂടെ കുറവാണ് അല്ലെ? അപ്പം ഇവിടെ വരുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും? കൂടുതൽ പൾസ് ഇവിടെ വരും. അത് നോട്ട് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ ഇൻവേർട്ടഡ് ആവും. ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ കൗണ്ടറിന്റെ അനുസരിച്ച് ഇൻവേർട്ട് ചെയ്യുന്നതാണ്. അത് അത്ര നെസറി ആയ ഒരു കാര്യമല്ല. അപ്പം എന്ത് ചെയ്യും? ഈ പൾസ് ഇവിടെ കൗണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടു ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച്, അതായത് ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് പൾസ് ജനറേറ്ററിന് വരുന്ന ഔട്ട്പുട്ടിന്റെ കൗണ്ട് അല്ലെങ്കിൽ പൾസിന്റെ കൗണ്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ടൈം പീരീഡ് മാറുന്നുണ്ട് അല്ലെ? അങ്ങനെ ടൈം പീരീഡ് മാറുന്ന സമയത്ത് നമുക്കറിയാം ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിലുള്ള പൾസിന്റെ നമ്പറും മാറും. അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് പൾസ് ജനറേറ്ററിന് വരുന്ന പൾസിന്റെ വിഡ്ത്ത് ചേഞ്ച് ആവും, അല്ലെങ്കിൽ ടോട്ടൽ ടൈം പീരീഡ് ചേഞ്ച് ആവും. അങ്ങനെ ടൈം പീരീഡ് ചേഞ്ച് ആവുമ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന പൾസിന്റെ എണ്ണത്തിലും ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ നമുക്കറിയാം ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഒരു നോട്ട് ഗേറ്റ് വഴി കൗണ്ടറിലേക്ക് കൊടുത്തു. അത് കൗണ്ടർ കൗണ്ട് ചെയ്യും.
അപ്പോൾ ഇവിടുത്തെ കൗണ്ട് എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണലായിരിക്കും? ദ കൗണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. കൗണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അല്ലേ? അപ്പം ആ കൗണ്ടിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതായത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡെസിമൽ ഡിസ്പ്ലേയിൽ ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, കുറച്ച് ഒരു വട്ടം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഈ ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഇൻപുട്ട് ഉണ്ട്. 2 ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് വരും. അപ്പം ഫസ്റ്റ് ഇൻപുട്ട് ഇതാണ്, അത് പ്രീ ഡിഫൈൻഡ്, അത് ബൈ ഡിസൈൻ അത് സെറ്റാണ്, അത് ചേഞ്ച് വരത്തില്ല. സോ വി ഹാവ് ആൻ ഇൻപുട്ട് സിഗ്നൽ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഇൻപുട്ട് സിഗ്നൽ ഹാസ് ടു ബി മെഷേർഡ്. അത് മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഈസ് ഗിവൺ ടു പൾസ് ജനറേറ്റർ സർക്യൂട്ട്. What pulse generator circuit will do means, depends on the magnitude of that input signal, it will generate pulse. Input signal magnitude അനുസരിച്ച് അത് പൾസ് ജനറേറ്റ് ചെയ്യും. സോ അറ്റ് 1 ഇൻപുട്ട് ഓഫ് ആൻഡ് ഗേറ്റ് നമുക്ക് ഈ പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഉണ്ട്. വാട്ട് അബൌട്ട് അതർ ഇൻപുട്ട്? അടുത്ത ഇൻപുട്ടിൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് നേരത്തെ പറഞ്ഞ പൾസ് വരുന്നുണ്ട്. സോ ഈ ഒരു ഡ്യൂറേഷനിൽ ആണ് നമുക്ക് എന്ത് വരും? ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് വരും. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ മാത്രമേ ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് വരും. നോക്കുമ്പോൾ എന്തായി? ഈ ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 പൾസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും ആ 2 പൾസ് മാത്രമായിരിക്കും. ഓൺലി വി വിൽ ഗെറ്റ് ദാറ്റ് 2 പൾസ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഗേറ്റ്. സോ ദെൻ വി ഹാവ് ആൻ ഇൻവെർട്ടർ, സോ ഓർ നോട്ട് ഗേറ്റ്. സോ ഇറ്റ് വിൽ ഇൻവേർട്ട് ദ output signal of AND gate. So we will get an inverter signal. So that is counted by a counter circuit. And if you know the count, what is the advantage? The count is proportional to input signal. അതായത് ഹയർ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഇവിടെ വിഡ്ത്ത് വീണ്ടും കുറയും. അങ്ങനെ കൂടുതൽ പൾസ് എന്ത് ചെയ്യും? ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടായി കിട്ടും. കൂടുതൽ കൗണ്ട് വാല്യൂം വരും. മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് കൗണ്ട് കൂടും, മാഗ്നിറ്റ്യൂഡ് കുറയുന്നതിനനുസരിച്ച് കൗണ്ട് കുറയും. സോ കൗണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ കൗണ്ടും ഒരു കോൺസ്റ്റന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആക്ച്വലി എത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ ദിസ് സർക്യൂട്ട് വർക്ക്സ്. അങ്ങനെയാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്യാം. Now we will read this one. Okay, input signal, it is, അതായത് ഇവിടെയുള്ള ഈ ഒരു ഡയഗ്രത്തിലുള്ള ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഇൻപുട്ട് സിഗ്നൽ, ഇറ്റ് ഈസ് എ സിഗ്നൽ ഓർ ദ വോൾട്ടേജ് വിച്ച് ഈസ് ടു ബി മെഷർഡ്. ഏതാണോ മെഷർ ചെയ്യേണ്ടത്, ഏത് വോൾട്ടേജ് ആണോ മെഷർ ചെയ്യേണ്ടത്, ആ സിഗ്നലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ആയി കൊടുക്കും. പൾസ് ജനറേറ്റർ, ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ദ വോൾട്ടേജ് ആൻഡ് ജനറേറ്റ് എ റെക്ടാങ്കുലർ ഇമ്പൾസ് ബൈ യൂസിങ് അനലോഗ് ഓർ ഡിജിറ്റൽ ഓർ ബോത്ത് ദ ടെക്നിക്. അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നിക് യൂസ് ചെയ്തിട്ട് ഒരു റെക്ടാങ്കുലർ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്. The digital circuitry inside the controller controls the frequency and width of the rectangular pulse. ആ പൾസിന്റെ വിഡ്ത്തും ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഡിജിറ്റൽ സർക്യൂട്ടറി ആണ്. ഓക്കെ, ദെൻ ദ അനലോഗ് സർക്യൂട്ടറി കൺട്രോൾസ് റേസ് ആൻഡ് ഫോൾ ടൈം. ഓക്കെ, അത്ര ഡീപ്പായിട്ട് പോകണ്ട. പൾസ് ജനറേറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ടൈം പീരീഡും വിഡ്ത്തും ചേഞ്ച് ചെയ്യുന്നുള്ളത് പഠിച്ചു വെച്ചാണ്. ആൻഡ് ഗേറ്റ്, സോ ഇറ്റ് provides high output in the case of both input being high. When train pulse along with rectangular pulse is introduced to it, AND gate provide output that has train pulse. They have duration same as that of rectangular pulse from the pulse generator.
ഓക്കെ, അപ്പം ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് സെയിം വിഡ്ത്ത് ആൻഡ് ഫ്രീക്വൻസി, അതായത് റെക്ടാംഗുലർ പൾസ് ജനറേറ്ററിൽ നിന്ന് വരുന്ന റെക്ടാംഗുലർ പൾസിന്റെ അതേ ഡ്യൂറേഷനിൽ തന്നെയാണ് അത് വരിക. Initially, voltage signal is introduced to pulse generator. It generates a pulse with a width proportional to input signal. Then the output obtained from the pulse generator is fed to AND gate through its one leg. The input signal is fed to the other leg of the AND gate, which is train of pulse. Okay. The output obtained from the AND gate is a positive train with a duration same as width of pulse generated by pulse generator, and positive train is introduced to inverter, which convert into a negative one. So inverter output is fed to a counter. It counts the number of triggers in the duration proportional to the input signal. Okay, അപ്പോൾ number of count എന്ന് പറയുന്നത് input signalന് proportional ആയിരിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു വർക്കിംഗ് ക്ലിയർ ആയി. നമുക്ക് ശരിക്കുള്ള ഇതൊരു ജസ്റ്റ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ആണ് അല്ലെ, ഇത് ഈ ഒരു കോൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ, റാം ടൈപ്പ് ആൻഡ് ഡുവൽ സ്ലോപ്പ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ്. ഓക്കെ, വി വിൽ സീ വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ഈസ് റാം ടൈപ്പ് DVM, second one is dual slope integrating type DVM. Okay, so this is the block diagram of RAM type digital voltmeter. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ക്ലോക്ക് ജനറേറ്റർ ഉണ്ട്, ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റാമ്പ് ജനറേറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ആ പേര് വന്നത് റാം ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ എന്നുള്ളത്. ഓക്കെ, സോ ഹിയർ വി ഹാവ് എ സിംഗിൾ യൂണിറ്റ്, ഡീക്കേഡ് കൗണ്ടർ, ഒരു കൗണ്ടർ ഉണ്ട്, ലാച്ച് ഉണ്ട്, and then BCD to 7 segment ഡ്രൈവർ ഉണ്ട്, പിന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, സോ ഈ ഡിസ്പ്ലേയിലേക്ക് കറക്റ്റ് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് BCD to 7 segment ഡ്രൈവർ ഉള്ളത്. ബൈനറി കോഡഡ് ഡെസിമൽ ടു 7 segment, അതായത് ഒരു BCD നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് സാധാരണ നോർമലി കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് BCD നമ്പർ ആയിരിക്കും. സോ ഇഫ് യു വാണ്ട് ടു ഡിസ്പ്ലേ ദാറ്റ് വാല്യൂ ഇൻ ടു എ 7 segment, നമ്മൾ എന്ത് ചെയ്യണം, BCD to 7 segment ഡ്രൈവർ യൂസ് ചെയ്യണം. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ കിട്ടുന്നത് കൗണ്ടാണ്, വോൾട്ടേജിന് പകരം കിട്ടുന്നത് കൗണ്ടാണ്. ഈ കൗണ്ടിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 7 segment ഡിസ്പ്ലേയിലേക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ BCD നമ്പറിനെ 7 segment ഡിസ്പ്ലേക്ക് സ്യൂട്ടബിൾ ആയ സിഗ്നലാക്കി മാറ്റണം. സോ വി നീഡ് എ ഡ്രൈവർ ദർ. ഇവിടെ ഒരു ലാച്ച് ഉണ്ട്, കാരണം വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കാൻ പാടില്ല, അത് കറക്റ്റായിട്ട് കാണിക്കണം. അപ്പോൾ ആ ഒരു സെറ്റിംഗ് നമ്മൾ ആ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈക്കിളിൽ വോൾട്ടേജ് അങ്ങനെ കറക്റ്റായിട്ട് കാണിക്കും. ഓക്കെ, ദെൻ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. നമുക്കറിയാം എന്തിനാണ് കൗണ്ടർ വെച്ചതെന്ന് നമ്മൾ തൊട്ട് മുമ്പിലത്തെ ബ്ലോക്ക് ഡയഗ്രത്തിൽ കണ്ടതാണ്. ഓക്കെ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദർ ഇസ് എ റാമ്പ് ജനറേറ്റർ. സോ ഇറ്റ് വിൽ ജനറേറ്റ് റാമ്പ് സിഗ്നൽ. റാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് ഇങ്ങനെയാണ് ഒരു സിഗ്നൽ ഉണ്ടാവുക. ഓക്കെ, 1 minute. There will be pulse like this. So this is what RAM generator will do. It will generate a signal like this. And here we have input, maybe DC or an AC quantity. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. And there is a voltage comparator circuit. So this will compare voltage between input voltage and RAM signal. And then there is an AND gate, clock generator, decade counter, latch and 7 segment driver. So now we will see this one. Okay, initially നമുക്കറിയാം റാമ്പ് സിഗ്നൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് റാം സിഗ്നൽ. ആൻഡ് നമ്മൾ എപ്പോഴാണോ വോൾട്ടേജ് കമ്പാരറ്ററിന്റെ മറ്റേ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, കമ്പാരറ്ററിന്റെ ഒരു നെഗറ്റീവ് ഇൻപുട്ടിലേക്ക് ഓൾറെഡി റാമ്പ് ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് സിഗ്നൽ വിൽ ബി പ്രസന്റ് അറ്റ് ദാറ്റ് നെഗറ്റീവ് ഇൻപുട്ട്, ആൻഡ് അറ്റ് ദ പോസിറ്റീവ് ഇൻപുട്ട് വി ആർ കണക്ടിങ് അവർ ഇൻപുട്ട് വോൾട്ടേജ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് DC ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റിനെയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ഈ ഒരു വോൾട്ടേജിനെയാണ് നമുക്ക് മെഷർ ചെയ്തെടുക്കേണ്ടത്.
So it will compare, okay, definitely it will compare. So it is comparing in such a way that here is a statement, okay, when V1, so that is the output of comparator is 1. If Vi greater than Vr, റാമ്പിനെക്കാളും വലുതാവുന്ന സമയത്ത് ഇൻപുട്ട് വോൾട്ടേജ് റാമ്പിനെക്കാളും വലുതാവുകയോ അല്ലെങ്കിൽ ഈക്വൽ ആവുകയോ ചെയ്യുന്ന സമയത്ത് the magnitude of V1 or output of comparator is 1. അല്ലെ, കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഔട്ട്പുട്ട് ആണ്, അത് 1 ആയി മാറും. എപ്പോഴാ 1 ആവുക? ഇൻപുട്ട് വോൾട്ടേജ് റാമ്പിനെക്കാളും ഗ്രേറ്റർ ആവുന്ന സമയത്ത്. When input voltage is less than ramp voltage, V1 is 0. V1 0 ആണ്. Okay, so we will check that one. Okay, so during this particular interval, ഈ ഒരു ഇന്റർവെല്ലിൽ Vi is greater than, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ, Vi is greater than റാമ്പ് വോൾട്ടേജ്, അതായത് ഈ ഒരു റാമ്പ് വോൾട്ടേജിനെക്കാളും ഗ്രേറ്റർ ആണ്. സോ കമ്പാരറ്റർ ഔട്ട്പുട്ട് ഈസ് ഹൈ, കമ്പാരറ്റർ ഔട്ട്പുട്ട് ഹൈ ആയി. So at this point what happens? At this point the voltage, ramp voltage is greater than input voltage, so comparator output is low. Comparator output എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. Okay, so we will get a pulse like. So AND ഗേറ്റിന്റെ അവിടെ എന്തായി? ഒരു പൾസ് കിട്ടി. And here we have a clock generator. It will keep on generating pulse like this. Keep on generating pulse like this. So what will happen to AND gate, output of AND gate? ഈ ഒരു ഡ്യൂറേഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും? ഈ ക്ലോക്ക് ജനറേറ്റർ എന്ന പൾസ് ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, ഈ ഒരു ഡ്യൂറേഷൻ, അതായത് ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ആണ്, മറ്റേത് ക്ലോക്ക് ജനറേറ്റർ ആണ്. സോ രണ്ടും ആൻഡ് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ആൻഡ് ഗേറ്റിന്റെ കേസ് നമുക്കറിയാം, രണ്ട് ഇൻപുട്ടും 1 ആയാൽ മാത്രമേ ഔട്ട്പുട്ട് വരും. ഓക്കെ, ഇത് എപ്പോഴും ഹൈ ആണ്. സോ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് ഇൻപുട്ട്. അപ്പോൾ ക്ലോക്ക് ജനറേറ്ററിന് വരുന്ന ഔട്ട്പുട്ട് ആ പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ നമുക്ക് എന്ത് ചെയ്യും? ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടായി കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിവൺ ടു എ ഡിക്കേഡ് കൗണ്ടർ. ദ കൗണ്ടർ വിൽ കൗണ്ട് നമ്പർ ഓഫ് പൾസസ് and number of pulses is proportional to the magnitude of input voltage അല്ലെ. കാരണം എന്താ? ഈ ഒരു വോൾട്ടേജ് ആണ് ഡിസൈഡ് ചെയ്തത് എത്രയാണ് പൾസിന്റെ വിഡ്ത്ത് വരേണ്ടതെന്ന് അല്ലെ. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഈ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് എന്ത് ചെയ്തത്? മാഗ്നിറ്റ്യൂഡിനനുസരിച്ചാണ് പൾസിന്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്തത്. കാരണം ഇത് താഴെയാണെങ്കിൽ പൾസിന്റെ ഓൺ ടൈം എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും അല്ലെ. അതായത് ഈ ഡി സി ലെവല്, ആ ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ചാണ് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് പൾസ് വേരിയേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ആ വേരിയേഷൻ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് മാറുന്നത്, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ പൾസ് വരുന്നത്. സോ ദാറ്റ് വിൽ ബി കൗണ്ടഡ് ബൈ എ ഡീക്കേഡ് കൗണ്ടർ. സോ ദ നമ്പർ ഓഫ് കൗണ്ട് ഓർ ടോട്ടൽ കൗണ്ട് വാല്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. ടോട്ടൽ കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണ്. So that will be displayed into, അപ്പോൾ അതൊരു BCD നമ്പർ ആണ്. ആ BCD നമ്പറിനെ എന്താക്കും? 7 സെഗ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ആക്കും. ഓക്കെ, എനിക്കിപ്പം ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞൊരു പോയിന്റിൽ കറക്റ്റ് ചെയ്യാനുണ്ട്, നേരത്തെ പറഞ്ഞ പോയിന്റിൽ. സോ ദിസ് ഷുഡ് ബി എക്സ്പ്ലെയിൻഡ് ലൈക്ക്, ആ ഒരു ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണ്, പക്ഷെ ആ ഒരു ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ വി ആർ അപ്ലൈയിങ് ഇൻപുട്ട് വോൾട്ടേജ് ഹിയർ. So it will generate a pulse like this, and here pulse generator will produce train of pulse. ഇപ്പോഴാണ് അത് കറക്റ്റ് ആയി വരുന്നത്. ഓക്കെ, ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ടിൽ ട്രെയിൻ ഓഫ് പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ പൾസ് ജനറേറ്റർ. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ കേസിൽ പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട്, പൾസ് ജനറേറ്റർ എന്ന് പറയുന്നത് നമ്മളെ ആ കമ്പാരറ്റർ സർക്യൂട്ടാണ് അല്ലെ. അതായത് റാമ്പിനെയും DC വോൾട്ടേജിനെയും കമ്പയർ ചെയ്യുന്ന കമ്പാരറ്റർ സർക്യൂട്ടാണ് പൾസ് ജനറേറ്ററിൽ വന്നത്. ആൻഡ് വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് ഇൻപുട്ട് ടു ആൻഡ് ഗേറ്റ് ഈസ് ട്രെയിൻ ഓഫ് പൾസ്. ഓക്കെ, അപ്പം ഈ ഒരു കമ്പാരിസൺ നടക്കുമ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ അല്ലെങ്കിൽ പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിലുള്ള ആ ഡ്യൂറേഷനിലാണ് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ പൾസ് വരിക. ആ കൗണ്ടാണ് ആര് കൗണ്ട് ചെയ്യുന്നത്? ഇവിടെ ഇതിലൂടെയുള്ള കൗണ്ടർ കൗണ്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞത് മാറിപ്പോയി. പൾസ് ജനറേറ്ററിൽ
പൾസ് കണ്ടിന്യൂസ് പൾസ് വരുന്ന പോലെയാണ് പറഞ്ഞത്. ആൻഡ് ഗേറ്റിൽ ഒരു സിംഗിൾ പൾസ്. ഓക്കെ, കോൺസെപ്റ്റ് വൈസ് സെയിം ആണ്, പക്ഷേ ഈ പുതിയൊരു ഡയഗ്രാം വെച്ചിട്ട് ഇപ്പം നമ്മൾ പഠിച്ച ഡയഗ്രാം വെച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. Okay, we'll start from this diagram itself. So we are going to measure the magnitude of a voltage, okay, AC voltage or DC voltage. So if it is AC, we can rectify it and then can be given to this pulse generator. DC ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം. So we have an input DC voltage. So depends on the magnitude of that input voltage, there will be a pulse generator, ഒരു റെക്ടാങ്കുലർ പൾസ് ജനറേറ്റ് ചെയ്യും ഒരു ടി ഡ്യൂറേഷനിൽ. അതിൽ ഓൺ ടൈം ഉണ്ടാവും, ഓഫ് ടൈം ഉണ്ടാവും. And here we have a clock generator. It will be keep on producing pulses like this. ഓക്കെ, സോ ആൻഡ് ഗേറ്റിന് ഇൻപുട്ട് ഹൈ ആവുന്നത് ഈ ഒരു ഡ്യൂറേഷനിലാണ്. ആ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ എത്രത്തോളം പൾസ് ആൻഡ് ഗേറ്റിന് ഇവിടെ ഉണ്ടോ, ആൻഡ് ഗേറ്റിന്റെ രണ്ടാമത്തെ ഇൻപുട്ടിന്റെ ഹൈ ആവുന്ന ഡ്യൂറേഷനിൽ ഫസ്റ്റ് ഇൻപുട്ടിൽ എത്രത്തോളം പൾസ് ഉണ്ടോ ആ പൾസ് ആണ് എന്ത് ചെയ്യുക ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ വരിക. So that is inverted and given to a counter. It will count the number of pulse, and the number of pulse is proportional to input signal. Input signal is proportional. So that is the basic block diagram. So then we said that there are two types, RAM type and dual slope integrating type, DVM. Now then we have discussed what is RAM type digital voltmeter. So in that case, what happens, there is one input voltage, so we are giving DC signal to that input voltage and ramp signal is there. So what it will do means it will compare both ramp and input signal. So if input signal is greater than ramp, it will produce a high pulse here. If it is less than ramp signal, it will produce a low signal. So we will be getting a signal like this. അതായത് ഈ DC വോൾട്ടേജ് റാമിന്റെ സഹായത്തോടു കൂടി എന്താക്കി പൾസാക്കി മാറ്റി, ഒരു സിംഗിൾ റെക്ടാങ്കുലർ പൾസാക്കി മാറ്റി. അപ്പം നമുക്കറിയാം ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചാണ് പൾസിന്റെ വിഡ്ത്ത്, അതായത് റെക്ടാങ്കുലർ പൾസിന്റെ വിഡ്ത്ത് ചേഞ്ച് ആവുക. ആൻഡ് വി ഹാവ് എ ക്ലോക്ക് ജനറേറ്റർ ഹിയർ. ഓക്കെ, അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് വോൾട്ടേജ് കമ്പാരിറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ ആവുകയും വേണം, അതേപോലെ ഇവിടെ ഹൈ ആവുകയും വേണം, അപ്പോൾ മാത്രമേ ഔട്ട്പുട്ട് വരൂ. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോക്ക് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കമ്പാരിറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുന്ന ഡ്യൂറേഷനിൽ നമുക്ക് എന്ത് ചെയ്യും ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ കിട്ടും. സോ ദാറ്റ് വിൽ ബി കൗണ്ടഡ് യൂസിങ് എ ഡിക്കേഡ് കൗണ്ടർ, അല്ലേ? ആ ഒരു ഡിക്കേഡ് കൗണ്ടറിൽ കൗണ്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ റാം സിഗ്നൽ. ഒരു ഡിഫോൾട്ടായ റാം സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് ഇതാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ input voltage is higher than ramp voltage, so output will be high. Comparator output 1 ആയിരിക്കും, ഈ comparator output 1 ആയിരിക്കും. And then at this particular, during this particular interval, ramp voltage is greater than input voltage, so output 0 ആയിരിക്കും. So we will be getting a pulse like this. ആ ഒരു ഡ്യൂറേഷനിൽ ക്ലോക്ക് ജനറേറ്ററിന് പൾസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഇൻപുട്ടും, ആൻഡ് ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ടും ഹൈ ആകുമ്പോൾ മാത്രമേ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്ററിന്റെ ഔട്ട്പുട്ടാണ്, രണ്ടാമത്തത് ക്ലോക്ക് പൾസ് ആണ്. സോ നമുക്ക് എന്ത് മാത്രമേ കിട്ടും, കമ്പാരിറ്റർ ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്തുള്ള ക്ലോക്ക് പൾസ് മാത്രമേ എവിടെ കിട്ടും, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ കിട്ടും. കമ്പാരിറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്ന സമയത്തുള്ള ക്ലോക്ക് പൾസ് മാത്രമേ നമുക്ക് എന്ത് കിട്ടും, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ആ കൗണ്ട് ആര് കൗണ്ട് ചെയ്യും, ഡിക്കേഡ് കൗണ്ടർ കൗണ്ട് ചെയ്യും, എന്നിട്ട് അത് ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പം ആ കൗണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും, കാരണം ആ വിഡ്ത്ത് ഇൻപുട്ട് വോൾട്ടേജിന്റെ വിഡ്ത്തിനനുസരിച്ച് മാറുന്നുണ്ട്.
ഓക്കെ, അവിടെ ഒന്ന് ക്ലിയർ ആവോ? എനിക്കത് പറഞ്ഞിട്ട് തൃപ്തിയായിട്ടില്ല. ഒന്ന് ക്ലിയർ ആയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും.